യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വചനജാലകമെന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 8 എപ്പിസോഡുകളായി കുടുംബ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ക്രിസ്തീയ കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള കടപ്പാടുകളെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22, 23, 24 ഈ വാക്യങ്ങളിൽ 3 തവണ ഭാര്യമാർ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, സബ്മിറ്റ് ചെയ്യണം എന്നൊരു വാക്ക് നമ്മൾ കാണുന്നു. ഭാര്യമാരുടെ കടപ്പാടായി കീഴ്പ്പെടുക എന്ന കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് ഭാര്യ ഇൻഫീരിയർ ആയിട്ടല്ല, ദൈവം കുടുംബത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് വോളണ്ടറിയായി ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുമ്പോൾ ആ കുടുംബം ഫങ്ഷൻ ചെയ്യുവാൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കഴിയും എന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കും. സബ്മിഷൻ എന്ന കാര്യം അത് വോളണ്ടറി ആയിട്ടാണ് ഒരു ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ട് ഇരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. വചനവിരുദ്ധമായ ഏതെങ്കിലും കാര്യങ്ങളിൽ നിർബന്ധിച്ചാൽ സബ്മിറ്റ് ആകണം എന്ന ആശയമല്ല. ഭർത്താവിൻ്റെ മേലും അധികാരമുണ്ട്. കർത്താവാണ് ഭർത്താവിൻ്റെ മേൽ, കർത്താവിൻ്റെ മേൽ ദൈവമുണ്ട്. ആ നിലയിലാണ് സബ്മിഷൻ്റെ ഓർഡർ നമ്മൾ ചിന്തിക്കുകയുണ്ടായത്. അതേ വിഷയം തന്നെ ഈ എപ്പിസോഡിലും തുടരുവാൻ താല്പര്യപ്പെടുന്നു. സബ്മിഷൻ മാത്രമല്ല, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പിന്നെയും ദൈവത്തിൻ്റെ വചനം പത്രോസിലൂടെ നമ്മൾ വായിക്കുന്നു. ആ ഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു എന്നോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ആ വാക്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാനം, ആ ടീച്ചിങ് നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് പറയണം. വാസ്തവത്തിൽ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പറയുന്ന ആ ഭാഗത്തിൻ്റെ ഒരു റെപ്പറ്റീഷൻ പോലെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതെ, കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളെ കാണുന്നുണ്ട്. അതെ. അപ്പം എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അത് 5-21. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു സഭയുടെ തലവനാണ്, ഹെഡാണ്. അതെ. അതേസമയം അവൻ പുരുഷൻ്റെ ഹെഡാണ്. അതെ. അപ്പം അതുകൊണ്ട് സഭയിലും അന്യോന്യം കീഴടങ്ങിയിരിക്കണം. അതെ, തീർച്ചയായിട്ടും വേണം. അത് ക്രിസ്തുവിൻ്റെ ഭയത്തിലായിരിക്കണം, അല്ലാതെ ഭീതിയല്ല. അതെ. ഭവനത്തിലും നമ്മൾ അന്യോന്യമുള്ള റെവറൻസ് വേണം. അതെ, റെസ്പെക്റ്റ് വേണം. അതെ, റെസ്പെക്റ്റ് വേണം. അതിൻ്റെ അർത്ഥം ഭർത്താവ് കീഴടങ്ങിയിരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അന്യോന്യമുള്ള റെസ്പെക്റ്റ് അത്യന്താപേക്ഷിതമാണ്. അതെ. എന്നാൽ മോളിൽ പറഞ്ഞിരിക്കുന്നത് സഭയുടെ ഭാഗമായതുകൊണ്ട്. അതെ, 21 വരെയുള്ള വാക്യങ്ങളിൽ ചർച്ചിന്റെ ആ കൺസെപ്റ്റിലാണ്. പിന്നെ 22 മുതൽ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ വൈവ്സ് ബി സബ്മിറ്റ് ടു യുവർ. ഓക്കെ. അപ്പം ഇത് രണ്ടിടത്തും ഇത് ബാധകമാണ്. ഒരു ലിങ്കിങ് തീർച്ചയായിട്ടും ഒരു ഇതായിട്ടാണ് വരുന്നത്. സഭയിലും നമുക്ക് അന്യോന്യം കീഴടങ്ങിയിരിക്കണം, ഭവനത്തിലും അതേപോലെ തന്നെ. കാര്യം ഒരു ഭവനത്തിൽ തന്നെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സഭയുടെ ഒരു അവസ്ഥയുണ്ട്. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ആരാധനയുണ്ട്. അതെ, ഭാര്യയും ഭർത്താവും മക്കളും ദൈവത്തെ സേവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും സഭയിലെ അതിനോടുള്ള ഒരു സമാനമായ ഒരവസ്ഥ ഭവനത്തിലും നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ ആ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ ഭാര്യമാരോട് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. കാര്യം
ഭർത്താവ് തലയാണ്. അതെ. ഇവിടെ നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ, അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. അതെ. അപ്പോൾ നമ്മൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കുന്ന ആളുകളായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇല്ല, ചിലർ ഇപ്പം ഈ കേസിലാണെങ്കിൽ വളരെ എവിഡൻ്റ് ആണ്. വിശ്വസിക്കുന്ന ഭാര്യയും അവിശ്വാസിയായ ഭർത്താവും. ഒരു പക്ഷെങ്കിൽ വിവാഹം കഴിഞ്ഞ ശേഷം ഈ സഹോദരി വിശ്വാസത്തിലേക്ക് വന്നതായിരിക്കാം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ്. കാരണം അവിശ്വാസിയുമായി ഇണയിലപ്പിണ കൂടരുതെന്നാണല്ലോ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ പിൻകാലങ്ങളിൽ കല്യാണം കഴിച്ച ശേഷം ഈ ഭാര്യ വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരി ആയിരിക്കാനാണ് സാധ്യത. ആ നിലയിലായിരിക്കാം പത്രോസ് ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. എന്നാൽ അതേപോലെ ഇപ്പം പൗലോസും ഈ കാര്യത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അവിശ്വാസിയായ നമ്മൾ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലും ഇത് ശരിക്കും ഇതുപോലെ കാണുന്നുണ്ട്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടുമിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരുമല്ലോ. അവിടെയും വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള ഇത് വരുന്നുണ്ട്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷപ്പെടുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷപ്പെടുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ശരിക്കും ഇവിടെ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ അവിശ്വാസിയായ ഒരു പാർട്ട്ണറും വിശ്വാസിയായ ഒരു രണ്ടുപേരെ പാർട്ട്നേഴ്സിൽ ഒരാൾ അവിശ്വാസി ഒരാൾ വിശ്വാസിയുമാണെങ്കിൽ അന്യോന്യം ആ വിശ്വാസിയാണ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. കാര്യം ആ വിശ്വാസിയുടെ ചുമതലയാണ് എന്ത്? കാരണം അവിശ്വാസി വിശ്വാസിയിലുള്ള ഈ ക്വാളിറ്റി ജീവിതം കണ്ടിട്ടാണല്ലോ ക്രിസ്തുവിനെ അറിയേണ്ടത്. വാസ്തവത്തിൽ അവിടെ ഒരു ഇവാഞ്ചലിസത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഈ വൈഫ് സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ആശയം പീറ്റർ പറയുന്നത്. കാരണം പലയിടങ്ങളിൽ സാജു ബ്രദറെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾ വലിയ പഠിപ്പിക്കാനൊക്കെ പോകും. അങ്ങനെ അധികം പ്രയാസങ്ങളുണ്ടാകും. അതിന് പകരം അവിടെ എഴുതിയിരിക്കുന്ന കൂടുതൽ വർത്താനം കൂടാതെ, അല്ലാതെ ദൈവവചനം കൂടാതെ എന്നല്ല, ദൈവവചനം താലല്ലാതെ ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ ഒക്കത്തില്ലല്ലോ. കാരണം ഈ 1 പത്രോസ് 1:23 തന്നെ പറയുന്ന കെടാത്ത ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനത്താലാണ് നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. അപ്പം ഒത്തിരി വാചക കസർത്ത് നടത്താതെ, വലിയ പ്രസംഗം കൂടാതെ എന്ന അർത്ഥത്തിൽ നല്ല നടപ്പ് കണ്ട് ആ ഭർത്താവിന് ഭാര്യയിൽ ക്രിസ്തു വരുത്തിയ മാറ്റം മനസ്സിലാക്കി ഗ്രഹിച്ച് ആ കർത്താവിനെ അനുഗമിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പം അതിന് ഏറ്റവും വലിയ ക്വാളിറ്റി വൈഫ് മസ്റ്റ് സബ്മിറ്റ് ടു ദി ഹസ്ബൻഡ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത് ഈ വിശ്വാസത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടും ഒരു പക്ഷെങ്കിൽ ആ വൈഫിൻ്റെ ടീച്ചിങ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഭർത്താവിനെ ഒരുമാതിരി കളിയാക്കുന്ന നിലയിലും അവർ നരകത്തിൽ പോവും, അവർക്ക് കണ്ടോ കൃപയില്ല എന്നൊക്കെയുള്ള നിലയിൽ വൈഫ് തരം താഴ്ത്തിയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഭർത്താവ് ഒരിക്കലും ദൈവകൃപയിലേക്ക് വരത്തില്ല. അതിന് പകരം കുറച്ചുകൂടെ അദ്ദേഹം റിബല്യസ് ആകാനാണ് സാധ്യത. അപ്പോൾ ഇവിടെ പീറ്റർ ഈ കടപ്പാടുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സബ്മിഷൻ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആ റോളിൽ ഒരു വൈഫ് നിൽക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ ആത്മാവിനെ നിത്യതയ്ക്ക് വേണ്ടി നേടുന്ന ഒരു വലിയ അനുഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അല്ല, തീർച്ചയായിട്ടും അതാണല്ലോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ട്ണർ സ്വർഗത്തിൽ കാണുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഭാര്യ സബ്മിസീവായിട്ട് നിന്നുകൊണ്ട് വേണം ഭർത്താവ് വഴിതെറ്റി പോകുന്നതെന്ന് തോന്നിയാൽ തന്നെ, ഇനി വിശ്വാസിയാണെങ്കിൽ പോലും വഴിതെറ്റി പോകുന്നതെന്ന് തോന്നിയാൽ തന്നെ ശരിക്കും സബ്മിസീവായിട്ട് നിന്നുകൊണ്ട് നേടിയെടുക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഭാര്യ ഏതെങ്കിലും രീതിയിൽ ഇതായിട്ട് പോകും തോന്നിയാൽ സ്നേഹിച്ചുകൊണ്ട് വേണം ഭാര്യയെ മടക്കിക്കൊണ്ടുവരാൻ, അല്ലാതെ തല്ലിയല്ല ഭാര്യയെ നന്നാക്കണമെന്ന് പറയുന്നത്. സ്നേഹിച്ചുകൊണ്ടായിരിക്കണം. സ്നേഹം ഭാര്യ കീഴടങ്ങിയിരുന്നും ഭർത്താവ് സ്നേഹിച്ചുകൊണ്ടുമാണ് അവരുടെ പാർട്ട്നേഴ്സിനെ ആത്മീയതയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അപ്പോൾ കീഴടങ്ങുക എന്ന് പറയുന്നത് ഒരു ന്യൂ ടെസ്റ്റമെൻറ്റ് കൺസെപ്റ്റ് മാത്രമല്ലെന്ന് അവിടെ പറയുന്നത്.
ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഓൾഡ് ടെസ്റ്റ്മെന്റിലും ഉണ്ടായിരുന്നത്. എന്നിട്ട് കുറച്ചുകൂടെ താഴെയോട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഒരു ക്യാരക്ടറാണ് സാറായെ എടുത്തു പറയുകയാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നൊരു പ്രത്യേക കാര്യം സാറായുടെ വിളിയെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ചെന്ന്. ഇപ്പം ഈ വിളിക്കാത്ത വലിയ കാര്യമുണ്ട്. ഈ ചിലർ ഭർത്താക്കന്മാരെയൊക്കെ വിളിക്കുമ്പോൾ ഈ നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ഈ പേരൊക്കെ വിളിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. വാസ്തവത്തിൽ സബ്മിഷൻ ഇല്ലാത്തത് തുറന്ന് കാണിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാസ്റ്റർ എന്ന് സാറ വിളിക്കുകയാണ്. വിച്ച് ഷോസ് ദാറ്റ് യു ആർ ദ ലീഡർ ഓഫ് മൈ ഹൗസ് ഹോൾഡ്. അതുപോലെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ആ സബ്മിഷൻ വിളിയിൽ പോലും കാണിക്കുകയാണ്. അതെ അതെ. ആക്ച്വലി വിളിക്കാത്തപ്പോൾ കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ സംസ്കാരത്തിൽ പേര് വിളിക്കാതെ മറ്റ് പല നിലകളിൽ ഭർത്താക്കന്മാരെ വളരെ റെവറൻസോടെ റെസ്പെക്റ്റോടുകൂടി വിളിക്കുന്ന ഭാര്യമാരുണ്ട്. അപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു പക്ഷെങ്കിൽ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം ഒരുപാട് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പേര് വിളിക്കുന്ന ഒരു പ്രവണത ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും കിടപിടിക്കത്തക്കവണ്ണമുള്ള കുടുംബത്തിൽ നിന്ന് ഭാര്യ വന്നു എന്ന് തനിക്ക് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഞാൻ താഴേണ്ട ആവശ്യമില്ല എന്ന് ഉള്ളിൽ ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ ഇത്ര ടൈറ്റ് നിറ്റായിട്ടുള്ള ഒരു സംസ്കാരത്തിൽ പോലും ഒരു വെസ്റ്റേൺ ചിന്തയിൽ ആ നിലയിൽ വിളിച്ച് പരിചയപ്പെടുന്നത്. ഒരു പക്ഷെങ്കിൽ വെസ്റ്റേൺ ആളുകൾക്ക് ഇങ്ങനെ ഉള്ള ചിന്ത ഇല്ലാതെ അവരുടെ സംസ്കാരത്തിൽ അത് യോഗ്യമായിരിക്കാം. പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ വിളിക്കകത്ത് കാര്യമുണ്ട്. ബിബ്ലിക്കൽ കൺസെപ്റ്റിനകത്തും വിളിക്കകത്ത് കാര്യമുണ്ട്. കാരണം സാറായിൽ അത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ സബ്മിഷൻ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ വൈഫിൻ്റെ ഭർത്താവിന് സബ്മിസീവ് ആയിരിക്കണം എന്ന ആ കാര്യം നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവിശ്വാസിയായ ഭർത്താവിനെ നേടാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവ ഗുണമാണ് ഭാര്യയിൽ ഈ സബ്മിഷൻ എന്നുള്ളത്. അത് ആ കാലഘട്ടത്തിലും ഒക്കെ ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ എക്സ്റ്റേണൽ അഡോൺമെൻറ്റ്, എക്സ്റ്റേണൽ ബ്യൂട്ടിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുമായിരുന്നു. എന്നാൽ ഒരു ദൈവഭയമുള്ള സഹോദരിയുടെ ഇൻറ്റേർണൽ ബ്യൂട്ടിയാണ് വിലപ്പെട്ടത് എന്ന് ലേഖകൻ പറഞ്ഞു വന്നിട്ട് ആ സഹോദരിയുടെ ആ ഇൻറ്റേർണൽ ബ്യൂട്ടിയിൽ നിന്നാണ് ഈ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിക്കുന്നത്. അല്ല, അതാ പാസ്റ്റർ പറഞ്ഞ ഒരു പോയിന്റ്. അതായത് എക്സ്റ്റേണൽ ബ്യൂട്ടിക്ക് പ്രാധാന്യം കൊടുത്തു. ഇന്നും പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതെ, ഈ പുറമേ ഉള്ള സൗന്ദര്യമാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് എന്തോ പണ്ടുള്ളതിനേക്കാൾ. കാര്യം എന്നാൽ നമുക്കറിയാമല്ലോ എത്ര ബ്യൂട്ടി പാർലറിൽ പോയാലും ഇവിടെ പറയുന്നതായ കാര്യങ്ങൾ, അതായത് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്, നമ്മളെപ്പോഴും ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് സൗമ്യതയിലും സാവധാനതയിലുമാണ്. അതെ, അത് കാണാൻ വാസ്തവത്തിൽ ഭർത്താക്കന്മാർക്ക് കഴിയണം. കുളിക്കാൻ നനയ്ക്കാതെ നടക്കണമെന്നുള്ള അർത്ഥത്തിലല്ല, എക്സ്റ്റേണൽ ബ്യൂട്ടി വേണ്ട എന്ന അർത്ഥത്തിലല്ല. പക്ഷേ അതല്ല പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കും. അതെ, അതായത് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ ആരെയാണ് കൂടുതൽ ബഹുമാനിക്കുന്നത്. വ്യക്തിപരമായി ഇപ്പം ഞാനൊരു ബ്യൂട്ടി പാർലറിൽ പോയി എന്തെങ്കിലുമൊക്കെ മുഖത്തെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് വരുന്ന ഒരു സ്ത്രീയോടാണോ എനിക്ക് ബഹുമാനം തോന്നുന്നത്, അതോ ക്രിസ്ത്യൻ ക്യാരക്ടർ ക്രൈസ്റ്റ് ലൈക്ക് നേച്ചറുള്ള ഒരു സഹോദരിയെ കണ്ടാൽ ആ നിലയിലുള്ള ബഹുമാനം? ഞാൻ അസംബ്ലീസ് കൊണ്ട് തന്നെ ഒരു വേൾഡ് ലീഡറിൻ്റെ വൈഫിനെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ട് സംസാരിച്ചു. വേറൊരു ഭാഷക്കാരിയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ലോകം മുഴുവൻ സഞ്ചരിച്ച് യാത്ര ചെയ്യുന്ന ഈ ദൈവദാസൻ, ആ ദൈവദാസൻ്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു സാധാരണക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ഗ്രേഡ് ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ഉപയോഗിക്കുന്ന പോലുള്ളൊരു സാരിയും ഒരു ബ്ലൗസൊക്കെ ഇട്ട് അവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ എനിക്ക് ആ സ്ത്രീയോടുണ്ടായ ബഹുമാനം, അസാമാന്യമായ ഒരു ബഹുമാനം. അവർക്ക് വേണമെങ്കിൽ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വലിയ ഇതായിട്ടൊക്കെ വേണമെങ്കിൽ നടക്കാം, അങ്ങനെയുള്ള ഒത്തിരി പേര് സിമ്പിളായിട്ട്. ആ സിംപ്ലിസിറ്റിയാണ് കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് എന്തോ ഇന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം നമ്മൾ ആരാണെങ്കിലും
ആ സിംപ്ലിസിറ്റിക്ക് ആ ഒരു പ്രാധാന്യമുണ്ട്. ആ സൗന്ദര്യം ഒരിക്കലും വേറെ ഉണ്ടാവില്ല. ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്കുണ്ടാകുന്ന സൗമ്യത സാധാരണ മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അത് ദൈവസന്നിധിയിലും വിലയേറിയതാണ്. അതെ, ഈ സൗമ്യതയും സാവധാനതയും ഒക്കെ ദൈവസന്നിധിയിലും വിലയേറിയതാണ്. നമ്മളുടെ ഫേഷ്യൽ ഈ ബ്യൂട്ടി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുള്ള എക്സ്റ്റേണൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ അതിന് വലിയ വിലയൊന്നുമില്ല. വിലയില്ല. ഭൗതിക തലത്തിൽ ഒരു കുടുംബവും നിൽക്കത്തുമില്ല. എന്നാൽ ഇവിടെ ഇങ്ങനെയല്ലോ പണ്ട് സ്ത്രീകൾ, പ്രത്യാശവചന സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. അതെ, വിളി മാത്രമല്ല. അതെ, ഓ സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ വിളിക്കുന്നതല്ല അതിനകത്തെ അർത്ഥം. വിളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. വിളിയോട് ചേർന്ന് she meant what she called. തീർച്ചയായിട്ടും താൻ പറഞ്ഞതെല്ലാം അനുസരിച്ചിരുന്നു. അപ്പോൾ that is actually submission. അതെ, അതാണ് സബ്മിഷൻ എന്ന് പറയുന്നത്. ഹസ്ബൻഡിന് ലീഡർഷിപ്പ് കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കൃത്യമായി ജീവിതത്തിൽ പ്രായോഗികമായി അനുസരിക്കുക. പിന്നെ ഭർത്താക്കന്മാരോട് പറയുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ഭർത്താക്കന്മാരെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്തുകൊണ്ട് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ശരിക്കും ഈ വാക്ക് കറക്റ്റാണ് കേട്ടോ. ഈ ബഹുമാനം കൊടുപ്പീൻ എന്ന് പറയുന്ന റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഭയം എന്ന് നമ്മൾ എഫെസ്യ ലേഖനത്തിൽ പറയുന്നതും ശരിക്കും ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കീഴ്പ്പെടുക എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ്, നമ്മൾ ബഹുമാനമാണ്. അതെ, ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ് അന്യോന്യമുള്ള ആ ഒരു ബഹുമാനത്തിൻ്റെ കാര്യം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിൽ ഭർത്താക്കന്മാരുടെ കടപ്പാട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് വേണ്ടവണ്ണം ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഭാര്യമാരുടെ കടപ്പാടുള്ള ബന്ധത്തിൽ സബ്മിഷൻ എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിൽ ഇതുവരെയും നമ്മൾ സംസാരിച്ചത്. എന്നാൽ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അവർ സ്നേഹിക്കണം, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു. അതിനെക്കുറിച്ച് തുടർന്നുള്ള അല്പ മിനിറ്റിലൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആ വിഷയം സാജു ബ്രദറെ, അപ്പോൾ ക്രൈസ്റ്റാണ് മോഡൽ. അതെ, കർത്താവ് സഭയെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇറ്റ്സ് എ ട്രമെൻഡസ് തിങ്. അവിടെ എനിക്ക് തോന്നുന്നു അഗാപ്പെ എന്ന വാക്കാണ്. പ്രതിഫല ഇച്ഛ കൂടാതെ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ച് സാക്രിഫിഷ്യലായിട്ട് സ്നേഹിച്ചുകൊണ്ട് സഭയെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹമാണ്. അതുപോലെ ചർച്ചിലേക്ക് വരുന്ന ആളുകൾ ദേ ആർ സോ ഇംപെർഫെക്റ്റ്, എന്നിട്ടും ജീസസ് ഈസ് ലവിങ് ദം. അപ്പം ഭാര്യ ഇംപെർഫെക്റ്റ് ആണെങ്കിലും സാക്രിഫിഷ്യലായി ഭാര്യയെ സ്നേഹിക്കണം എന്നതല്ലേ വാസ്തവത്തിൽ ഭർത്താക്കന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും 1-2 കാര്യങ്ങൾ നമ്മളവിടെ പ്രധാനമായിട്ട് ഈ സ്നേഹത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. എന്നാൽ ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതെ, അപ്പോൾ യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചത് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. അതെ, അതായത് തന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ്. അതെ. അപ്പോൾ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ഒന്നാമത് സാക്രിഫിഷ്യൽ ആയിരിക്കണം. അതെ, അപ്പം അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. എൻ്റെ കയ്യിൽ ദൈവം ഫലമേൽപ്പിച്ചതായ എൻ്റെ ഭാര്യ, പിന്നീട് ആ ഭാര്യയുടെ എൻ്റെ മേൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യയായിരിക്കണം. അതാണ് വാസ്തവത്തിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കറക്റ്റായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷുഡ് ബി സാക്രിഫിഷ്യൽ. പൗലോസ് പറയാണ് നിങ്ങളുടെ ലവ് സാക്രിഫിഷ്യൽ ആയിരിക്കണം. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കണം. അല്ലാതെ എന്നെ പോലെ സ്നേഹിക്കണമെന്ന് പോലും പറഞ്ഞാൽ പോരാ. കാര്യം കർത്താവ് തന്നേക്കാൾ ഉപരി സഭയെ സ്നേഹിച്ചു. അതുകൊണ്ടാണല്ലോ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഭാര്യയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സാക്രിഫിഷ്യൽ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുന്ന കാര്യം. രണ്ടാമത് അതിനകത്തെ കാര്യം ഇത് സാങ്ക്ടിഫയിങ് ആണ്, സാക്രിഫിഷ്യൽ മാത്രമല്ല. അതായത് അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും
വിശുദ്ധീകരിക്കേണ്ടതിനും ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും. നോക്കുക, അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. യേശു കർത്താവ് സഭയെ സ്നേഹിച്ചപ്പോൾ സാക്രിഫിഷ്യലായിട്ട് സ്നേഹിച്ചു. രണ്ട്, ഈ സഭ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ പെർഫെക്റ്റ് അല്ലായിരുന്നു. പക്ഷേ പെർഫെക്റ്റ് ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ ഭാഗമാണ്. പ്രൈസ് ഗോഡ്. സാങ്ക്ടിഫൈങ്. അപ്പോൾ യേശു കർത്താവ് സഭയെ സാങ്ക്ടിഫൈ ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ ഭാര്യയെ സാങ്ക്ടിഫൈ ചെയ്യണം. എങ്ങനെ സാങ്ക്ടിഫൈ ചെയ്യണം? ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേരുന്ന സമയത്ത് ദൈവം ദൗത്യം ഫലമേൽപ്പിച്ചത് പുരുഷനെയാണ്. അത് നമ്മൾ നേരത്തെ അപ്പോൾ ദൈവം ദൗത്യം ഫലമേൽപ്പിച്ചത് പുരുഷനെയാണെന്ന് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പഴം പറിച്ചു നിന്നത് ഹവ്വായായിട്ടും ദൈവം ചോദിക്കുന്നത് ആദാമിനോട് നീ പഴം പറിച്ചു തിന്നു. കാര്യം ഹവ്വ പഴം പറിച്ച് തിന്നാതിരിക്കുക എന്നുള്ള ചുമതല പോലും ആദാമിനുള്ളതായിരുന്നു. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇതേപോലെ എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളൊരു കുടുംബമായി തീരുമ്പോൾ, എന്നെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇനി ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. ആ മിഷൻ അതിന് യോജിക്കുന്ന നിലയിലായിരിക്കണമെന്നില്ല ഒരു ഭാര്യ കുടുംബത്തിലേക്ക് വരുന്നത്. കാര്യം സഭ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിന് സഭയെക്കുറിച്ചുള്ള ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് പോകാനുള്ള കപ്പാസിറ്റിയിലല്ല വരുന്നത്. പക്ഷേ സഭയെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നിരന്തരമായിട്ട് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു, സാങ്ക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, പണിതുകൊണ്ടിരിക്കുന്നു, ഈ ദൗത്യത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നതുപോലെ എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലിയല്ല. ദൈവം ഈ ഭൂമിയിൽ കുടുംബം എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ ആ ദൗത്യം നിർവഹിക്കുന്നതിന് എൻ്റെ ഭാര്യയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് സപ്ലിമെൻ്റ് ചെയ്ത് അവളെ വിശുദ്ധീകരിച്ച് ഒരുക്കിയെടുക്കുക എന്നുള്ള ചുമതല എൻ്റെയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യ നരകത്തിൽ പോകാൻ പാടില്ല, എൻ്റെ ഭാര്യ സ്വർഗത്തിൽ പോകണം. അത് എൻ്റെ ചുമതലയാണ്. അപ്പോൾ കർത്താവിൻ്റെ ലവ് വാസ് സാക്രിഫിഷ്യൽ ആൻഡ് ഓൾസോ ഇറ്റ് വാസ് സാങ്ക്ടിഫൈങ്. ഇവിടെ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അതായത് യേശു സഭയെ തനിക്ക് വേണ്ടി ഒരുക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയെ തനിക്ക് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മേൽ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനായിട്ട് ഭർത്താവ് ഭാര്യയെ ഒരുക്കിയെടുക്കണം. ഹല്ലേലൂയ. അത് ആണ് സാങ്ക്ടിഫൈ. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് എ സാങ്ക്ടിഫൈയിങ് ലവ് എന്ന് പറയുന്നത്. എന്ന് തന്നെയല്ല, ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നു, തന്നെത്താൻ സ്നേഹിക്കുന്നു. എൻ്റെ കയ്യെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കണ്ണിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതല്ല, എൻ്റെ അത് ഐ കനോട്ട് ഡിനൈ ഫോർ എ സിംഗിൾ മൊമെൻറ്റ്. എൻ്റെ ഇതിനെ ഒരു മിനിറ്റ് പോലും എനിക്കൊന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അതുപോലെ ആ ശരീരം തലയുടെ ഭാഗമായിരിക്കുന്നത് പോലെ തന്നെ ഭാര്യ ഭർത്താവിൻ്റെ ഭാഗമായിട്ട്, അതാണ് സ്നേഹം അങ്ങ് ഒഴുകുകയാണ്. എൻ്റെ കൈകളിലേക്കും കണ്ണുകളിലേക്കും കാലുകളിലേക്കും എൻ്റെ തലയിൽ നിന്ന് ജീവരസം ഒഴുകി വരുന്നത് പോലെ എന്നിൽ നിന്ന് എൻ്റെ ഭാര്യയിലേക്ക് സ്നേഹം ഒഴുകി വരണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നത്. പോറ്റി പുലർത്തുക, അപ്പോൾ അവളെ എൻ്റെ ഭാര്യയെ സാങ്ക്ടിഫൈ ചെയ്യുന്നത് പോലെ ഞാൻ അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം. പ്രൈസ് ഗോഡ്. എൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. സോ സാക്രിഫിഷ്യൽ ലവ്, സാങ്ക്ടിഫൈങ് ലവ് ആൻഡ് സാറ്റിസ്ഫൈങ് ലവ്. പ്രൈസ് ദി ലോർഡ്. അതാണ് വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്ക് സമ്പൂർണ്ണമായ സ്നേഹം. ഒരു കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഇറ്റ് ഈസ് സാക്രിഫിഷ്യൽ, ഇറ്റ് ഈസ് സാങ്ക്ടിഫൈയിങ്, ഇറ്റ് ഈസ് സാറ്റിസ്ഫൈയിങ്. എൻ്റെ ഭാര്യയുടെ സംതൃപ്തി എന്ന് പറയുന്നത് എല്ലാ രീതിയിലും അവളെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അവളെ ചെറിഷ് ചെയ്യണം, ഓമനിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അല്ലാതെ മറ്റൊരു ഐ തിങ്ക് ഈ നിലയിൽ ഒരു ഭർത്താവ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവകൃപയുള്ള ഭാര്യ സബ്മിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും.
കാരണം തീർച്ചയായിട്ടും ടു മീ ഇത് ക്രൈസ്റ്റ് ലൈക്ക് നേച്ചറാണ്. തീർച്ചയായിട്ടും ഭാര്യമാരോടുള്ള ബന്ധത്തിൽ നമ്മൾ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവദാസന്മാരിൽ ചിലരുടെ കാര്യം ഞാൻ ഈ എടുത്തു പറഞ്ഞത്, അവരിങ്ങനാണെങ്കിൽ അതെ. ഇപ്പം നമ്മൾ പാസ്റ്റർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ നടത്തിപ്പില്ലാതെ ആത്മാവിൻ്റെ ആ നിറവില്ലാതെ ഈ കാര്യങ്ങൾ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു, നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിലും ഈ പറഞ്ഞതുപോലെ കീഴടങ്ങിയിരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ മുമ്പേ നിയമം അനുസരിച്ചാൽ ഈ കാര്യം നടക്കും. പക്ഷെ നിയമം അനുസരിക്കാനുള്ള ശക്തി പലർക്കും ശക്തിയില്ല. കാരണം ഇതിപ്പോൾ ഏത് കല്യാണത്തിനാണ് ഈ പ്രസംഗങ്ങൾ കേൾക്കാത്തത്? പ്രസംഗങ്ങളെല്ലാം എല്ലാവരും വേർപെട്ട സമൂഹത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞൊരു ദിവസം ഞാൻ കേട്ടത്, വേർപെട്ട സമൂഹത്തിൽ നടന്ന ഒരു വിവാഹത്തിൻ്റെ ആയുസ് 8 മണിക്കൂർ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കടപ്പാടുകളെക്കുറിച്ച് എല്ലാവരും പ്രസംഗിക്കുന്നു, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇന്നർ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇല്ല. അപ്പം വാസ്തവത്തിൽ ഈ 2 പാസേജുകൾ കണക്റ്റ് ചെയ്ത് നമ്മളത് പഠിക്കണം. അല്ല, അങ്ങനെയാണല്ലോ. ഇത് ഈ 5-ാം അധ്യായം മൊത്തം ഒരു നമ്മളിപ്പം 5-6 അധ്യായങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ കുടുംബത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ കുടുംബം മാത്രമല്ല, ഇപ്പം എന്താണ്, ഒന്ന് നമ്മളെ സഭയിലെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിലെ, അതുകൊണ്ടാണല്ലോ അന്യോന്യം സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അത് തന്നെ ഇപ്പോൾ മറികടക്കുക പോകട്ടെ, അത് നമ്മുടെ ഇന്നത്തെ വിഷയമല്ല. പിന്നീട് ആ സബ്മിഷൻ തന്നെ കുടുംബ ജീവിതത്തിനും ഉണ്ടാകും. എന്നാൽ ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളൊക്കെ അനുസരിച്ചാൽ, പക്ഷേ അനുസരിക്കാനുള്ള ശക്തിയില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്. അനുസരിച്ചാൽ ഇനി ഒരു അവിശ്വാസിക്ക്, ഒരു പക്ഷേ അവിശ്വാസിക്കും കുറച്ചൊക്കെ നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ പറ്റിയേക്കും, കുറച്ചൊക്കെ. പക്ഷേ അതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പലപ്പോഴും ആളുകൾ ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോഴും, ഒരു സെക്കുലർ കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഈ സെക്കുലർ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തിരി റിമഡീസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ പറയാൻ ലോജിക്കലി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് താൽക്കാലികം ഒന്ന് വെച്ച് കെട്ടി വിടാമെന്നുള്ളതേ ഉള്ളൂ. അകത്തു നിന്നൊരു രൂപാന്തരം വരണമെങ്കിൽ അകം മാറണം. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്ററെ, ഒരു യഥാർത്ഥ സന്തുഷ്ടമായ കുടുംബ ജീവിതം, യഥാർത്ഥ സന്തുഷ്ടമായ ഒരു സാമൂഹ്യ ജീവിതം എന്തുമായിക്കോട്ടെ, ഇത് നടക്കണമെങ്കിൽ ആത്മനിറവ് ഉള്ളവരെ കൊണ്ടേ പറ്റുള്ളൂ. സ്തോത്രം. ആത്മനിറവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മനിറവ്, വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മനിറവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ വേദവസ്തം വിഭാവന ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ദൈവം വിഭാവന ചെയ്യും. വേദവസ്തം വിഭാവന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത്. ആ ദൈവം വിഭാവന ചെയ്ത ഒരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും കടപ്പാടുകളാണ്. ഭാര്യമാരുടെ കടപ്പാട് 2 എപ്പിസോഡുകളായി സബ്മിഷൻ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭർത്താക്കന്മാരുടെ കടപ്പാടും നമ്മൾ ശ്രദ്ധിച്ചു, സ്നേഹിക്കുക. 3 പ്രധാനപ്പെട്ട കാര്യം കർത്തൃദാസൻ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കാം. ഭർത്താവിൻ്റെ സ്നേഹം സാക്രിഫിഷ്യൽ ലവാണ്, സാങ്ക്ടിഫയിങ് ലവാണ്, സാറ്റിസ്ഫയിങ് ലവാണ്. അദ്ദേഹം ചില വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മ നിറവ് കൂടാതെ ഭർത്താവിന് ദൈവഹിതപ്രകാരമുള്ള ഒരു ഹസ്ബൻഡായി ഫങ്ഷൻ ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് ഈ ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു സ്നേഹം, ഒരു അഗാപ്പെ സ്നേഹം, ഒരു ഭർത്താവ് ആ നിലയിൽ ഭാര്യയെ സ്നേഹിക്കണമെങ്കിൽ ഹി നീഡ്സ് ദ പവർ ഓഫ് ഗോഡ്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ, അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്രൈസ്റ്റിൻ്റെ സ്വഭാവത്തെ ഉള്ളിൽ കൊണ്ടുവരുന്നത് ക്രൈസ്റ്റിൻ്റെ ആത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനവും നിറവും പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബജീവിതം ആ നിലയിൽ സക്സസ്ഫുള്ളായി അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കർത്താവ് ഈ ഡിസ്കഷനിൽ നിങ്ങളോട് സംസാരിച്ചു എങ്കിൽ ഈ ദൈവവചനം അനുസരിച്ച് ഭർത്താവിൻ്റെ കടപ്പാടും ഭാര്യയുടെ കടപ്പാടും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ എന്ന വാക്കുകളോടെ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.